ടു മൈ ഗോവ വ്ലോഗ്. രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഈ ഒരു പോക്ക്. എന്റെ അനിയൻ ഗോവ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. സോ അവനെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ടാണ് നമ്മളിപ്പോൾ ഗോവയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കറങ്ങാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എങ്കിലും പറ്റുന്ന സമയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെ വന്നൊന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയി ഇപ്പൊ നേരെ പോകുന്നത് ആദ്യം വണ്ടി ഒന്ന് റെന്റിന് എടുക്കാനാണ് കേട്ടോ. ഗോവയിൽ വന്നാൽ പിന്നെ വണ്ടി ഇല്ലാതെ ഒരു കളിയില്ല. അവിടെ നിന്ന് നേരെ നല്ലൊരു ബെസ്റ്റ് ഫുഡിംഗ് സ്പോട്ടിലാണ് പോയത്. 100 രൂപീസിന് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി. അതേപോലെ എനിക്ക് കുപ്പി ഗ്ലാസ്സിലുള്ള കൊക്കക്കോള കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗോവ യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും നിയർ ആയിട്ടുള്ള ഒരു ബീച്ചാണിത്. ആൻഡ് എനിക്ക് കോവളം പോലെ ഫീൽ ചെയ്തു. അങ്ങ് അറ്റം വരെ നടക്കാൻ പറ്റി. ആൻഡ് വളരെ പീസ്ഫുൾ ആണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വന്ന ഡേയിലെ ഈവനിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്തു. വെൽക്കം ടു ഡേ 2. പതിവ് പോലെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഗോവ യൂണിവേഴ്സിറ്റിന്റെ നിയർ ആയിട്ട് ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ ബ്രൈഡിങ് സംഭവം കിട്ടാൻ വേണ്ടി നമ്മൾ 1.5 മണിക്കൂർ എക്സ്ട്രാ ട്രാവൽ ചെയ്തു. കാൻഡലിംഗ് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിൽ പോയിട്ടാണ് ഞാൻ ഹെയറിന്റെ ഇത് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഗോവയിൽ വന്നെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്കിലും ചെയ്യണ്ടേ. ശേഷം കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് നമ്മൾ നേരെ റൂമിൽ വന്നു. രാത്രിയായിരുന്നു. നമ്മൾ